അപ്പൊ ചങ്ങൈമാരെ നിങ്ങൾ അറിഞ്ഞിന എന്ത് കഥയിൽ അപ്പൊ കേൾക്കാണ്ട് പോണ്ട എന്തെന്ന് കേട്ടിട്ട് ഭയങ്കര അപ്പോ പാകിസ്ഥാന്റെ കൊടി ബ്രസീലിന്റെ കൊടി ഒന്നായതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ എന്നല്ല, നമ്മുടെ BJP-ക്കാർ, ഈ RSS കൊല്ലത്ത് നടന്ന ഇത്തരം പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിയും, ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല എന്ന് തോന്നുന്നില്ല, കണ്ടിട്ടുണ്ടാവും. അപ്പോ മറ്റേ ഫ്ലാഗ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഏത് കൊല്ലത്തടി ആടൂർ സ്ഥലത്ത്. പിന്നെ ഇതെന്താ പറയല്ലേ, നമ്മ ഇങ്ങനെ ഈ കളീന്റെ ഇടയിൽ നമ്മ ഈ പാർട്ടി കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ആയിരിക്കില്ല. കുറവന്നെ കളീന്റെ ഇടയിൽ കളി മാത്രം, അതിന്റെ ഇടയിൽ ഈ പാർട്ടി ബേസ് ആയിട്ട് അതിനെ കൊണ്ട് ഇടയിൽ ഇടുന്നത് അത്ര വലിയ നല്ല കാര്യം അതിനകത്ത് തോന്നുന്നില്ല. പിന്നെ കഥ എന്തെന്ന് ഞാൻ പറയാം. അപ്പൊ ഈ ഫ്ലാഗ് കെട്ടേന് ഇവർ പറഞ്ഞു ഇത് പാകിസ്ഥാന്റെ കൊടി ഇതായിപ്പിക്കണം, അങ്ങനെ പോലീസുകാർക്കും കൂട്ടി അങ്ങനെ ആക്കി ആകെ കച്ചറമാല കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിക്കട്ടെ, ഓരോ ഈ പാർട്ടിയുള്ള ആൾക്കാരിലും ഈ ഫാൻസാർ ഉണ്ടാവല്ലേ. അപ്പൊ ഈ ആ നാട്ടില് ഈ ബ്രസീൽ ഫാൻസ് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഫാൻസാറാ അല്ല ഞാൻ റേച്ചിരിക്കുന്നത്. ഈ പാകിസ്ഥാന്റെ ഫ്ലാഗും ഈ ബ്രസീലിന്റെ ഫ്ലാഗ് കൊണ്ടിട്ടൊക്കെ ഇത്ര നാൾ ഞങ്ങൾക്ക് ഒരു പൊട്ടിയിട്ട് അപ്പൊ ഇത്ര ഇതിനു മുമ്പ് ഇങ്ങനത്തെ പ്രശ്നം നടത്തിയിട്ടാണ് കൊല്ലത്തുനിന്ന് ഈ കളിയെല്ലാം നടത്തിയ സമയത്ത്. ഇപ്പൊ മാത്രമായിട്ട് ഈ പ്രശ്നം വന്ന് പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പാകിസ്ഥാൻ ഫ്ലാഗ് അത് ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ സംഭവം തന്നെ അടിച്ചിട്ട് നോക്കാനാണ്. എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് അറിയുന്നില്ലാത്ത ആൾക്കാർ ആ ഫ്ലാഗിന്റെ കളർ എന്ത്, ഈ ബ്രസീൽ ഫാൻസിന്റെ ഫ്ലാഗിന്റെ കളർ എന്ത് ഒന്ന് നോക്കിയിട്ടായിട്ട് ഇങ്ങനത്തെ പ്രശ്നത്തിന് പോയില്ല മതി. പിന്നെ കളി എന്തിനീ ഈ പാർട്ടി കൊണ്ടുവരുന്നത്, അതിനിടുന്ന എന്തിന് കളി കളിയുടെ രീതി പാർട്ടി പാർട്ടിന്റെ രീതി വേറെല്ലാതെ അതങ്ങനെ പോണം അല്ല. അപ്പൊ അങ്ങനത്തെയാണ് ഈ പറക്കാത്തത്. കൂടുതൽ പറയാൻ എന്തുമില്ല ഇതിലൊന്നും. അപ്പൊ